ഹേ ഗായ്സ്, അപ്പം എൻ്റെ കൂടെ ലിയോ കുട്ടൻ ഇവിടെ തൊട്ടിപ്പുറത്ത് വന്ന് നിൽപ്പുണ്ട്. സാധാരണ അവനിങ്ങനെ വന്നിരിക്കാറില്ല, അതും ഞാൻ കറക്റ്റ് ട്രൈപോഡ് സെറ്റ് ചെയ്ത് ഫ്രെയിമിങ്ങിൽ തന്നെ അവൻ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ക്വിക്കായിട്ടൊന്ന് കാണിക്കുവാണെങ്കിൽ ദേ ഇരിക്കുന്ന ആശാൻ. അപ്പം എന്തൊക്കെയുണ്ട്? അപ്പം ഇന്ന് ലിയോ കുട്ടൻ്റെ കൂടെ നമുക്കൊരു ഇൻ്റർവ്യൂ എടുക്കാം. അപ്പം ഞാൻ ഇത്ര നേരം വീട്ടിലില്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ അവനിവിടെ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. പറയൂ മിസ്റ്റർ ലിയോ കുട്ടൻ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ചെയ്തു വീട്ടിലിരുന്നിട്ട്? എന്തൊക്കെ ചെയ്തു? ആരൊക്കെ ഇവിടെ വന്നു? എത്ര തവണ കുരച്ചു എന്നൊക്കെ ഒന്ന് പറഞ്ഞേ. കം ഓൺ, സ്പീക്ക്. എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയുണ്ട് മിസ്റ്റർ ലിയോ കുട്ടൻ. സോ വായി തുറന്ന് പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് വായി തുറന്ന് പറയൂ ലിയോ കുട്ട. അവന് ജാടയാ പതിവ് പോലെ തന്നെ, അപ്പം അതുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ അവനെ ഫോഴ്സ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ അവനെ കണ്ടല്ലോ, അവൻ്റെ ഒരു മുഖഭാവമൊക്കെ വെച്ചിട്ട് അവൻ്റെ ദിവസം ഇന്നത്തെ എങ്ങനെയായിരുന്നുള്ളത് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? അവനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇന്നത്തെ ദിവസം അവൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നുണ്ടാവും? ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത്, ഇവിടെ എന്തോ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയാണ്. അപ്പം കണ്ടല്ലോ, ലിയോനെ കണ്ടല്ലോ നിങ്ങളെല്ലാവരും. ഇതാണ് ലിയോ. കുറേ നേരം, എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്നോളും. അവൻ്റെ പുറത്ത് പോകാറാവുന്ന ഒരു സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും കുഴപ്പമില്ല. ബട്ട് ആ ഒരു സമയത്ത് അവന് വന്ന് നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആശാൻ സെറ്റാ. പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് സത്യം. അപ്പോൾ അവന് ഇങ്ങനെ എത്ര സമയം ഞാൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിലും അവനിവിടെ ഇരുന്നോളും. കാര്യമോ അല്ലെങ്കിൽ അവനിങ്ങനെ കൂടുതൽ അലമൊന്നും ഉണ്ടാക്കാതെ തന്നെ, അല്ലെങ്കിൽ ഓരോന്നും കടിച്ച് പറിക്കാതെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര വെൽ ബിഹേവ്ഡ് ആണ്. പണ്ടിങ്ങനെയല്ലായിരുന്നു, പിന്നെ ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ അവൻ്റെ ടോയ്സൊക്കെ എടുത്ത് വെച്ചോണ്ട് ഇവിടെ നിന്നൊക്കെ കളിച്ചോളും. അപ്പോൾ അതൊരു നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവും അഡ്വാൻറ്റേജും ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്ന് നിങ്ങളുടെ കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല. അപ്പം ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.